ഉണ്ടായി. എൻ ശ്രീകുമാർ, എന്തുപറ്റി കോൺഗ്രസിന്? ഇവിടെയായിരുന്നുവല്ലോ കോൺഗ്രസ് നേട്ടമുണ്ടാക്കേണ്ടത്. ഹരിയാന സുവർണാവസരമായിരുന്നു കോൺഗ്രസിന്. പക്ഷേ എന്തുപറ്റി? ഇവിടെ രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ റാലികളിൽ പങ്കെടുത്തത്. മോദി അത്രയും റാലികളിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. സാധാരണ അങ്ങനെയല്ല സംഭവിക്കാറുള്ളത്. നരേന്ദ്രമോദിയാണ് ഏറ്റവും കൂടുതൽ റാലികളിൽ പങ്കെടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ രാഹുലിന് അതിനേക്കാൾ കൂടുതൽ റാലികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ ആത്മവിശ്വാസം ഉണർത്തുന്ന ഒരു ഘടകം കൂടിയായിരുന്നു. പിന്നെ നേരത്തെ ഇവിടെ ചർച്ച ചെയ്ത എത്രയോ വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം അലയടിച്ചിരുന്നു. എന്തുപറ്റി കോൺഗ്രസിന്? നോക്കൂ മഞ്ജുഷേ, നിങ്ങളിത് പറയുമ്പോൾ കോൺഗ്രസിൽ വലിയ തകർച്ച നേരിട്ടു എന്ന രീതിയിലാണ് ഈ സംഭാഷണം പോകുന്നത്. കോൺഗ്രസ് ഹരിയാനയിൽ പരാജയപ്പെട്ടു എന്നുള്ളതും ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് മത്സരിച്ച ഏതാണ്ട് ഭൂരിപക്ഷം സീറ്റുകളിലും ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഹരിയാനയിലെ പരാജയത്തെക്കാൾ കോൺഗ്രസിന് ഒരു അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ഹരിയാനയിലെ കോൺഗ്രസ് ഈ ആൾക്കൂട്ടത്തെ കണ്ട് നടത്തിയ ഒരു പ്രചരണമുണ്ട്. ആ ആൾക്കൂട്ടത്തെ കണ്ട് നടത്തിയ പ്രചരണത്തിൽ വെളിവായത് കോൺഗ്രസിന് മോദിയെ പോലുള്ള നേതാവ് കോൺഗ്രസിൽ ഇല്ല എന്നുള്ള ഒരു പ്രചരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയോളം തന്നെ പ്രിയപ്പെട്ട ഒരാളാണെന്ന് അവിടെ വ്യക്തമായി വരും. രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പോ ഈ സംസാരിച്ച വോട്ട് ഷെയറിനെ കുറിച്ച്, അതായത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഹരിയാനയിൽ വലിയ വോട്ട് വ്യത്യാസമില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഹരിയാന കോൺഗ്രസ് മുക്ത ഹരിയാന അവിടെ ഉണ്ടാകുന്നില്ല. പിന്നെ ഈ തോറ്റത്, അതായത് കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെക്കാൾ 7 സീറ്റ് കൂടി ബി ജെ പിക്കും കൂടി വോട്ട് ഷെയറിൽ തുല്യമാണ്. ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ സഹായിക്കാത്ത സഖ്യം ഉണ്ടായിരുന്നില്ല. ഈ സഖ്യം ഉണ്ടാക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. പക്ഷേ കോൺഗ്രസിന് എല്ലാ തെരഞ്ഞെടുപ്പിലും പറ്റുന്ന സംസ്ഥാനത്തെ ചില നേതാക്കളെ അമിതമായി വിശ്വസിക്കുന്ന സ്വഭാവമുണ്ട്. അത് നമ്മുടെ ഈ സാധാരണ ജനങ്ങളുടെ ചലനങ്ങൾ നമ്മൾ വീക്ഷിക്കുന്നതിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുമല്ലോ, അതിൽ കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടു എന്നുള്ള സത്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹരിയാനയിലെ കോൺഗ്രസിന് ഇത്രയും സീറ്റ് കിട്ടിയത് എങ്ങനെയാണ്? കർഷക സമരവും ഈ ഗുസ്തിക്കാരുടെ ആ ഒരു സമരത്തോടുള്ള അനുഭാവവും അതുപോലെ തന്നെ ഈ അക്തിവർ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കോൺഗ്രസിന് ഇത്രയും സീറ്റ് കിട്ടാൻ കാരണം. കാരണം ഇത്രയധികം വോട്ട് കൂടുതൽ കിട്ടാൻ കാരണം അതൊക്കെ തന്നെയാണ്, ആ ഘടകങ്ങൾ തന്നെയാണ്, സംശയം വേണ്ട. പക്ഷേ 15 സീറ്റ് ബി ജെ പിക്ക് കൂടുതൽ കിട്ടി. അതായത് ഒരു 7 സീറ്റ് അധികം കിട്ടിയതുകൊണ്ട് ഭരണം പിടിച്ചു എന്നുള്ള സത്യമാണ്. ഇത് ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ജയിക്കുമായിരുന്നു. പക്ഷെ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മൈക്രോ ലെവൽ മാനേജ്മെന്റ്, ഇലക്ഷൻ മാനേജ്മെന്റ് എന്ന തന്ത്രപരമായ സമീപനമുണ്ടല്ലോ, അതിൽ ബി ജെ പിയെ വെല്ലാൻ കോൺഗ്രസിനാവില്ല എന്ന കാര്യം വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നിർണായകമായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബി ജെ പിയിൽ ഉണ്ടായിരുന്നു പടലപ്പിണക്കമെന്നത് ശരിയാണ്. പക്ഷേ കുമാരി സെൽജയും ഹൂഡയും തമ്മിലുള്ള ആ പിണക്കമുണ്ടല്ലോ, അത് താഴെത്തട്ടിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് അവിടെ വർക്ക് ചെയ്തു. അല്ല, അതല്ല. അതായത് ഹൂഡ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം ഒരു തീവ്ര ജാട്ട് നേതാവാണ്, സംശയം വേണ്ടല്ലോ. അതിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. പിന്നോക്ക വിഭാഗം അതുപോലെ തന്നെ ഈ ജാട്ട് സമുദായത്തോട് കൂടുതൽ ആഭിമുഖ്യം കാണിച്ചപ്പോൾ മറ്റു സമുദായങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺഗ്രസിനോട് ഒരു അനുഭാവം കുറഞ്ഞു കാണും, ഇല്ലെന്ന് പറയുന്നില്ല. പ്രത്യേകിച്ച് കുമാരി ഷെൽജയുടെ ഒക്കെ ആ ഒരു തീരുമാനമൊക്കെ, അതാ ഞാൻ പറഞ്ഞത്, അമിതമായിട്ട് ചില നേതാക്കളെ ആശ്രയിക്കുമ്പോൾ പറ്റും നടത്തുക. കമൽനാഥിനെ ആശ്രയിച്ച പോലെയും നമ്മുടെ രാജസ്ഥാനിലെ ഗെഹ്ലോട്ടിനെ ആശ്രയിച്ച പോലെയൊക്കെ സംഭവിച്ചതാണത്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ സഖ്യം അവിടെ ശക്തമായിരിക്കുന്നു. ഹരിയാനയില് 7 സീറ്റിന്റെ വ്യത്യാസം നോക്കിയിട്ട് ഇന്ത്യ സഖ്യം കോൺഗ്രസിന് തകർന്നെന്ന് പറയാൻ കഴിയില്ല. ഹരിയാനയിൽ ഇന്ത്യ സഖ്യം എന്ന് പറയാൻ കഴിയില്ലല്ലോ. ആകെ കോൺഗ്രസിന് ഒരു അലൈ എന്നുള്ള രീതിയിലുണ്ടായിരുന്ന CPM മാത്രമായിരുന്നു. ഹരിയാനയിൽ അത്രയും ഉണ്ടായിരുന്നു. ഭിവാനിയിൽ CPM-ന് ഒരു സീറ്റ് കൊടുത്തു, അവിടെ തോക്കുകയും ചെയ്തു. 32,000 വോട്ടുകൾക്കാണ് അവിടെ CPM തോറ്റത്. അല്ല, ഇന്ത്യ സഖ്യം എന്ന് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ആ ഒരു മുന്നണിക്കുള്ള വോട്ടുകൾ അവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. അതായത് നിങ്ങളോട് ആലോചിച്ച് നോക്കൂ, ഹരിയാനയിലെ കോൺഗ്രസ് പരാജയപ്പെട്ട മണ്ഡലങ്ങളിലും അതുപോലെ കോൺഗ്രസ് ജയിച്ച മണ്ഡലങ്ങളിലൊക്കെ നിസ്സാര വോട്ടുകളെ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൂ. അതാണല്ലോ ഈ വോട്ട്. ഇരു പാർട്ടികൾ ബി ജെ പിക്കും കോൺഗ്രസിന് ഏതാണ്ട് മുഖാമുഖമായിരുന്നല്ലോ അവിടെ. ചൗട്ടാല സഹോദരന്മാരൊക്കെ തോറ്റതും അതുപോലെ ആ JPP അവര് പരാജയപ്പെട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കാം. ആ വോട്ടുകളൊക്കെ ബി ജെ പിയിലേക്ക് പോയിരുന്നൊരു പ്രചരണം ഈ നിങ്ങളുടെ ഈ അവലോകനത്തിലൊക്കെ ഞാൻ കണ്ടു. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതാണ് INLD-യുടെ വോട്ടുകളും അതുപോലെ തന്നെ JJP-യുടെ വോട്ടുകളും അല്ലെ. JJP-ക്ക് ഒരു സീറ്റും അവിടെ നേടാൻ കഴിഞ്ഞില്ല. INLD 2 സീറ്റ് നേടി. അവിടെ BSP-യുമായിട്ട് സഖ്യമുണ്ടായിരുന്നു. അത് പക്ഷേ ഇവരൊക്കെ ഏത് വോട്ട് കട്ടിംഗ് ഫാക്ടറായിട്ടാണ് വർക്ക് ചെയ്തത് എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ അതിലേക്ക്
കാര്യങ്ങളിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അവിടെ ഈ ഭരണവിരുദ്ധ വികാരം ഭിന്നിച്ചു പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് ഈ ജാട്ടിതര വോട്ടുകളുടെ ഏകീകരണത്തിന് വേണ്ടിയുള്ള BJPയുടെ ശ്രമം അത് വിജയം കണ്ടതും ജാട്ട് വോട്ടുകൾ ഭിന്നിച്ചു പോകുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതും. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ BJP ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്തും. അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ഞാൻ താങ്കളിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ശ്രീ PR ശിവശങ്കർ, ഇവിടെ